വിശ്വാസം വിൽക്കാനാണോ അതോ വാങ്ങാനാണോ? കേരളത്തിലെ അടുക്കളകളിൽ ബീഫ് വേവുന്നതിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഒരു റിയൽ സ്റ്റോറിയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും വൈരുദ്ധ്യങ്ങളുടെ വിളനിലമാണ്. വിശ്വാസവും ആചാരങ്ങളും വോട്ടാക്കി മാറ്റുന്നവർ മറുവശത്ത് ബിസിനസ് താല്പര്യങ്ങൾക്കായി ഏതു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായ അല്ലാന ഗ്രൂപ്പ് ഭരണകക്ഷിയായ BJPക്ക് 30 കോടി രൂപ സംഭാവന നൽകിയെന്ന വാർത്ത. കന്നുകാലി സംരക്ഷണത്തിനായി മുറവിളി കൂട്ടുന്ന ഒരു പാർട്ടി അറവുശാലകൾ നടത്തുന്ന കമ്പനിയിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് ഒരു സാധാരണ വാർത്തയല്ല. അതൊരു വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള 4 അനുബന്ധ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ പണം നൽകിയിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് ഡേറ്റ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഈ മേഖലയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിതെന്നാണ്. 2024-25 കാലയളവിൽ ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി മേഖല വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത്. വരുമാനത്തിൽ ഇടിവ് നേരിട്ടിരുന്ന ഈ മേഖല 2025-ൽ $4 ബില്യൺ നേട്ടമാണ് കൊയ്തത്. ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഭരണകൂടം നൽകുന്ന സൗകര്യങ്ങളും ഇളവുകളും ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. കേരളത്തിൽ ലക്ഷ്യം വെച്ച് കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുകയും അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കേരളത്തിലെ ഭക്ഷണശീലങ്ങളെയും സംസ്കാരത്തെയും വിദ്വേഷത്തോടെ ചിത്രീകരിക്കുന്നവർ തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന വമ്പൻ കമ്പനികൾക്ക് സഹായം നൽകുന്നത്. ബീഫ് കഴിക്കുന്നവനെ ശത്രുവായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രം ബീഫ് വിറ്റ് ലാഭമുണ്ടാക്കുന്നവരിൽ നിന്ന് കോടികൾ ഫണ്ട് സ്വീകരിക്കുന്നു. കേരളത്തിനെതിരെ വിദ്വേഷം പടച്ചുവിടുന്നവർ തന്നെ ഇറച്ചി കയറ്റുമതിയിലൂടെ കിട്ടുന്ന പണം കൊണ്ട് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നു. ഇതിൽ പരം എന്ത് വൈരുദ്ധ്യമാണുള്ളത്? മുൻകാലങ്ങളിൽ പിങ്ക് വിപ്ലവം എന്ന് വിളിച്ച് ഇറച്ചി കയറ്റുമതിയെ കഠിനമായി എതിർത്ത ചരിത്രമാണ് BJPക്കുള്ളത്. കന്നുകാലി സംരക്ഷണ വേദി മുതൽ തെരുവോര പ്രസംഗങ്ങളിൽ വരെ ഈ മേഖലയെ തകർക്കണമെന്നവർ വാദിച്ചു. എന്നാൽ ഇന്ന് അതേ വ്യവസായത്തിൽ നിന്ന് ലഭിക്കുന്ന പണം അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് ഒഴുകുന്നു. മതവികാരം വോട്ടാക്കി മാറ്റുന്നതിനിടയിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് നൽകുന്ന ഈ പരിഗണന സാധാരണക്കാരായ അണികൾ തിരിച്ചറിയുന്നുണ്ടോ? മതവും ബിസിനസ്സും രാഷ്ട്രീയവും കൂടിച്ചേരുന്ന ഈ സങ്കീർണമായ ലോകത്ത് സാധാരണക്കാരന്റെ വിശ്വാസങ്ങൾ കേവലം ഒരു ചരക്ക് മാത്രമായി മാറുന്നു. ആധുനിക ഇന്ത്യയിലെ രാഷ്ട്രീയ ധനസഹായത്തിന്റെ ഉള്ളുകളികൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: അധികാരത്തിനും പണത്തിനും മുന്നിൽ വികാരങ്ങൾ വെറും പുകമറ മാത്രമാണ്.